നമസ്കാരം. ഇപ്പോൾ 10ാം ക്ലാസ്, +1, +2, CBSE, 10th എല്ലാ എക്സാംസിൻ്റെ ഒരു ടൈമാണ്. കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് പാരൻസുമാണ്. കുട്ടികൾക്ക് ആ പാരൻസിന്റെ ടെൻഷൻ കാണുമ്പോഴാണ് കൂടുതൽ അവർക്ക് ടെൻഷൻ. സോ നോർമലി തന്നെ കൊച്ചുങ്ങൾക്ക് നല്ല ടെൻഷൻ കാണും. എക്സാം എഴുതാൻ പോകുന്നതിന് അവരുടെ ലൈഫിന്റെ ഫസ്റ്റ് എക്സാമാണ്. ഈ 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ എല്ലാവരും തിരക്കുന്നത്. അത് കഴിഞ്ഞാൽ +1 തിരക്കിയാലായി, തിരക്കിയില്ലെങ്കിലായി. ഇപ്പൊ സത്യത്തിൽ ഈ പാരൻസ് ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടുകാരെ ഓർത്താ. സൊസൈറ്റി എന്ത് പറയും, സൊസൈറ്റി എന്ത് ചോദിക്കും, അവര് ഫുൾ A+ ഉണ്ടോന്നാ. സൊസൈറ്റിയുടെ കാര്യം പറയാൻ വേണ്ട. അവര് ചോദിക്കുന്നത് ചോദിക്കേണ്ട തന്നെ കാര്യമില്ല, എന്നാലും അറിയാൻ വേണ്ടി ചോദിക്കുന്ന കൊച്ചു ജയിച്ചോന്നോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്നൊന്നും അല്ല. ഫുൾ A+ ഉണ്ടോ? ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ബ്ലാക്ക് മാർക്കാ. എല്ലാ കാര്യവും അങ്ങനെ. ഫുൾ A+ ഉണ്ടോ എന്ന് വെച്ചാൽ ഫുൾ A+ ഇല്ലാത്തവരൊക്കെ മോശം. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ ഗൾഫിൽ നിന്ന് പോയി വരുന്നു. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇനി എന്നാണ് പോണത് എന്നുവെച്ചാൽ, നീ കൂടുതൽ ഇവിടെ നിൽക്കേണ്ട, വേഗം സ്ഥലം വിട്ടോ. നമ്മൾ ഓരോരോ കാര്യം, ഒരു കല്യാണം കഴിഞ്ഞുള്ള കാര്യം, ഈ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളെ വളർത്താനൊന്നും ഉള്ളതല്ല. സൊസൈറ്റി നമ്മൾ ഉൾപ്പെടുന്നത് തന്നെയാണ് സൊസൈറ്റി എങ്കിലും, സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് നമ്മളെങ്കിലും, സൊസൈറ്റിയെ പേടിച്ചാണ് പല കുട്ടികളും എക്സാം ഫിയർ അനുഭവിക്കുന്നത്. അവർക്ക് പേടിയാണ് പരീക്ഷ. കാരണം അവരുടെ കാര്യം ഓർത്ത് ഉള്ള പേടിയല്ല, നാട്ടുകാർ ചോദിക്കുമ്പോൾ വീട്ടുകാരെന്ത് പറയുമെന്നുള്ളത്. സോ വീട്ടുകാർ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ബലമുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എന്തോ ആവട്ടെ റിസൾട്ട്. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പഠനം നല്ല ഹാർഡ് വർക്ക് ആയിരിക്കും. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, കിട്ടിയെങ്കിൽ കിട്ടി. A+ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിൽ A+ന് ഇത്രയും മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കൊച്ചിന്റെ 10ാം ക്ലാസ് അല്ല അവന്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, പക്ഷെ അതൊരു ലൈഫ് ഡിസിഷൻ ഒന്നുമല്ല. സോ ദയവ് ചെയ്ത് നല്ല കോൺഫിഡൻസ് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക, അവരെ വളരെ സന്തോഷത്തോടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പ്രാപ്തരാക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. കാരണം കുട്ടികൾ, പ്രത്യേകിച്ച് CBSEയിലെ കുട്ടികൾ ഭയങ്കര ടെൻസ്ഡാ. അപ്പൊ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച്, നോ പ്രോബ്ലം, നീ പോയി ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വാ, എന്ത് റിസൾട്ടോ ആവട്ടെ, ഞങ്ങൾ കൂടെ ഉണ്ട്. എല്ലാ പേരൻസും അങ്ങനെ പറയുമെങ്കിലും പേരൻസിന്റെ മുഖത്തുള്ള ആദി കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷത്തോടെ അവർ എക്സാം എഴുതി വരാനുള്ള ആത്മവിശ്വാസം കൊടുത്തു വിടുക എന്നതാണ് എനിക്ക് ഈ ദിവസം നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.